കുരുവിക്കണക്ക്. അക്ബറിനെ ഒന്ന് തോൽപ്പിക്കണം, ഒരിക്കലെങ്കിലും ഒന്ന് നാണം കെടുത്തണം. ഒരു രാജാവിന് ഒരിക്കൽ അങ്ങനെയൊരാഗ്രഹം തോന്നി. അക്ബറിൻ്റെ സഭയിലുണ്ടായിരുന്നത് കെങ്കേമന്മാരായിരുന്നു. പ്രഗത്ഭർ, പ്രശസ്തർ, അതിബുദ്ധിമാന്മാർ. പക്ഷേ അവരെ തോൽപ്പിച്ചാൽ അക്ബർ തോറ്റ ഫലമാകും. അതിന് രാജാവ് ഒരു പരിപാടി ആലോചിച്ചുണ്ടാക്കി. തൻ്റെ സഭയിലെ അതിബുദ്ധിമാനായ അലാവുദ്ദീൻ ഖാനെ പരിപാടി നടപ്പാക്കാൻ അയച്ചു. അലാവുദ്ദീൻ ഖാൻ അക്ബറിൻ്റെ സഭയിലെത്തി. അക്ബറിൻ്റെ അനുഗ്രഹം വാങ്ങാനെന്ന മട്ടിലായിരുന്നു വരവ്. അദ്ദേഹം അക്ബറെ വന്ദിച്ചു, സ്തുതിച്ചു. ഇത്രയേറെ മിടുമിടുക്കരായ സേവകരുള്ള ഒരു ചക്രവർത്തിയും ലോകത്ത് വേറെയില്ല എന്നുവരെ പുകഴ്ത്തി. തൻ്റെ രാജാവ് കൊടുത്തയച്ച സമ്മാനങ്ങളും അക്ബറിന് നൽകി. തൻ്റെ സേവകരെ സ്തുതിക്കുന്നത് കേട്ട് അക്ബർ സന്തോഷിച്ചു. അവരെല്ലാം അമൂല്യങ്ങളായ രത്നങ്ങളാണ്. തൻ്റെ സഭയിലും നാട്ടിലും തിളങ്ങുന്ന രത്നങ്ങൾ. അക്ബർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അലാവുദ്ദീൻ ഖാൻ പറഞ്ഞു, അത് ശരിയാണ് ചക്രവർത്തി. എന്നാലും ഞാൻ അവരെ ഒന്ന് പരീക്ഷിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ ഈ മഹാരാജ്യത്ത് കൃത്യമായി എത്ര കുരുവികൾ ഉണ്ട് എന്ന് ആരെങ്കിലും പറയട്ടെ. എങ്കിൽ ഞാൻ അങ്ങയുടെ രാജസഭയുടെ മഹത്വം അംഗീകരിക്കാം. അക്ബർ വല്ലാതായി. രാജസഭാംഗങ്ങളും പേടിച്ചുപോയി. ആർക്കെങ്കിലും എന്നെങ്കിലും ഈ നാട്ടിലെ കുരുവികളുടെ കണക്കെടുക്കാനാവുമോ? ഈ സൂത്രക്കാരനോട് എന്തു മറുപടി പറയും? എല്ലാവരും മൗനമായി ചിന്തിച്ചിരുന്നു. അപ്പോൾ ബീർബൽ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, നാളെ രാവിലെ രാജസഭ കൂടുന്ന നിമിഷം ഞാൻ കുരുവികളുടെ എണ്ണം പറയാം. അതെങ്ങനെ? ആർക്കും പിടികിട്ടിയില്ല. ബീർബൽ ആരോടും ഒന്നും മിണ്ടിയില്ല. ബീർബലിൻ്റെ മനസ്സിൽ എന്തോ സൂത്രമുണ്ട് എന്ന് ചക്രവർത്തി ഊഹിച്ചു. പിറ്റേന്നു രാവിലെ രാജസഭ കൂടി. ഉടൻ ബീർബൽ എഴുന്നേറ്റു നിന്ന് പ്രഖ്യാപിച്ചു, മഹാനായ അക്ബർ ചക്രവർത്തിയുടെ വലിയ രാജ്യത്ത് 1,50,333 കുരുവികളുണ്ട്. അപ്പോൾ അലാവുദ്ദീൻ ഖാൻ മറു ചോദ്യമെറിഞ്ഞു, താങ്കൾ എങ്ങനെ ഇത്ര കൃത്യമായി എണ്ണം കണ്ടെത്തി? ബീർബൽ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഞാൻ പറഞ്ഞത് കിറുകൃത്യം കണക്കാണ്. സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് എണ്ണാം. എണ്ണി നോക്കി എൻ്റെ കണക്കു ശരിയോ എന്ന് കണ്ടെത്താം. ഖാൻ തോൽവി സമ്മതിച്ചു തലകുനിച്ചിരുന്നു. കുരുവികളെ എണ്ണാൻ ഖാനല്ല, അതിലും വലിയ ഒരു ഖാൻ വന്നാലും നടപ്പില്ലല്ലോ. ബീർബൽ ബുദ്ധി ഉപയോഗിച്ച് ഖാനെ തോൽപ്പിക്കുകയായിരുന്നു.